പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. പെരിന്തൽമണ്ണയിലെ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം വേഗത്തിലാക്കാൻ കാരണം പ്രതിപക്ഷം കൗൺസിൽ യോഗങ്ങളിൽ വിഷമം ഉന്നയിച്ചതുകൊണ്ടാണോ? നഗരസഭയെ വിമർശനങ്ങളിലൂടെ മുൾമുനയിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി നില 24 ലൈവിനൊപ്പം ചേരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും മുടങ്ങാൻ കാരണം ഇപ്പോഴത്തെ കൗൺസിലിന്റെ പിടിപ്പുകേടാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. മോഡേൺ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി നിരവധി തവണ പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യം ഉന്നയിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കും എന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം 4 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. ഈ 4 കൊല്ലം കഴിഞ്ഞ് 5-ാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വളരെ എത്തി നിൽക്കുമ്പോൾ ജനങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു നിൽക്കാനുള്ള ഒരു തട്ടിപ്പ് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ ഏറ്റെടുത്ത് അന്നു മുതൽ പ്രതിപക്ഷത്തെ കൗൺസിലർമാർ ഒന്നടങ്കം ഈ പദ്ധതികൾ 1 ഹൈടെക് മാർക്കറ്റ് കോംപ്ലക്സ്, 2 ടൗൺ ഹാള്, 3 ആയുർവേദ ആശുപത്രി, പെരിന്തൽമണ്ണ നഗരസഭയുടെ പ്രധാനപ്പെട്ട 3 പ്രൊജക്റ്റുകളാണ്. അത് 3ഉം ഈ 4 വർഷമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭ വലിയ കടബാധ്യത നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും മോഡേൺ മാർക്കറ്റ് യാഥാർത്ഥ്യമായതുകൊണ്ട് പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി നഗരസഭയ്ക്ക് കൂടുതൽ ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭ ഒട്ടനവധി കോടതിയെ ലക്ഷ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഏകദേശം 100 കോടിയിലധികം കടബാധ്യതയിലും അതിൻ്റെ പുറത്ത് ഇപ്പോൾ 30 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് ഇതിൻ്റെ പൂർത്തീകരിക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് പൂർത്തീകരിച്ചാൽ തന്നെ ഇന്ന് പെരിന്തൽമണ്ണയുടെ ഒരു ടൗണുമായി ബന്ധപ്പെട്ടുള്ളൊരവസ്ഥ, ആ 1-ാം ഘട്ടം പൂർത്തീകരിച്ച റൂമുകൾ തന്നെ അതിൽ ഒരു പൂർത്തീകരിച്ചതിൽ 80% അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ പ്ലാനിങ്ങിലുള്ള കാഴ്ചപ്പാടിലുള്ള വലിയ പ്രയാസങ്ങൾ, അവിടുത്തെ കച്ചവടക്കാരെന്ന് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഒരു കച്ചവടത്തിന് ഒരു വാടക എടുത്തിട്ടോ അതല്ലെങ്കിൽ വലിയ ലക്ഷങ്ങൾ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങാൻ ആരും മുന്നോട്ട് വരില്ല എന്നുള്ളത് കൃത്യമായിട്ട് കച്ചവടത്തിനെ കുറിച്ച് ഐഡിയ ഉള്ള ഏതൊരു വ്യാപാരിക്കും അത് ബോധ്യമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റും പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് വലിയൊരു ബാധ്യതയായി തീരും എന്നതിലപ്പുറത്തേക്ക് അത് ഇനിയും ഈ ഭരണസമിതിയുടെ കാലത്ത് പോലും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെരിന്തൽമണ്ണ ടൗണിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം ജനങ്ങൾ വലിയ ദുരിതത്തിലാണെന്നും ഇത് പരിഹരിക്കാനാണ് നഗരസഭ ശ്രമിക്കേണ്ടതെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷം ഇവിടെ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് നിരന്തരമായി ഈ വിഷയങ്ങൾ, ആയുർവേദ ആശുപത്രി ആയിക്കോട്ടെ, ടൗൺ ഹാൾ ആയിക്കോട്ടെ, ഈ മാർക്കറ്റ് കോംപ്ലക്സ് ആയിക്കോട്ടെ, അടിയന്തരമായിട്ട് അത് പൂർത്തീകരിച്ച് അത് ജനങ്ങളിലേക്ക് ആലേലനം ചെയ്ത ആളുകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റുന്ന ഒരു ഭരണസമിതി അല്ല ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ്. ഈ നഗരസഭ വലിയ സാമ്പത്തിക പടുകുഴി ചെന്ന് ചാടി. അതിന് രക്ഷപ്പെടാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം പോലും ഇന്ന് അവർക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെ നെറുകെട്ട ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് പെരിന്തൽമണ്ണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ മുഴുവൻ റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. എല്ലാ റോഡും ഇപ്പോൾ ഈ ടൗൺ ഹാൾ റോഡ് ഒന്ന് പോയി നോക്കിയാൽ കാണാം. ഈ നഗരസഭയുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തകർന്ന് വഴിയാത്രക്കാർക്ക് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുക.